പ്രവാസികൾ പലപ്പോഴും ജീവിതത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി അന്യനാട്ടിൽ പോയി വെയിലിൽ കഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഒരു രക്ഷിതാവില്ലാതെ മറ്റൊരു രക്ഷിതാവ് മാത്രമായിട്ട് നാട്ടിൽ കുട്ടികളെ വളർത്തുമ്പോൾ നാട്ടിലുള്ള രക്ഷിതാവിൻ്റെ ഉത്തരവാദിത്വം ഇരട്ടിയാകുകയാണ്. രക്ഷിതാക്കൾ ചെയ്യേണ്ട കാര്യങ്ങളായ 1 മണിക്കൂർ ക്വാളിറ്റി ടൈം കൊടുക്കുക, എന്തും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുക, ജീവിതത്തിൽ എന്തൊക്കെ ആവശ്യങ്ങൾ വൈകാരികമായി ഈ കുട്ടിക്കുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അത് നിറവേറ്റി കൊടുക്കുക എന്നുള്ളതെല്ലാം നാട്ടിലുള്ള രക്ഷിതാവിൻ്റെ ചുമതലയാവുന്നു. എന്നാൽ ഇന്ന് ആശയവിനിമയ സങ്കേതങ്ങളൊക്കെ വളരെ വളർന്ന നിലയ്ക്ക് ഫോണിലൂടെയെങ്കിലും ഈ പ്രവാസിയായ രക്ഷിതാവും കുട്ടിയോട് കുറച്ചു നേരമെങ്കിലും ആശയവിനിമയം നടത്താൻ സമയം കണ്ടെത്തണം, കുട്ടിയുടെ മനസ്സ് അറിയാൻ ശ്രമിക്കണം, കുട്ടിക്ക് വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങിക്കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രധാനമായിട്ട് കുട്ടിയുടെ വൈകാരിക ആവശ്യങ്ങൾ മനസ്സിലാക്കി അത് നിറവേറ്റാനും കൂടെ രക്ഷിതാവിന് കഴിയണം. അതോടൊപ്പം ഈ വിദേശത്തുള്ള രക്ഷിതാക്കൾ പലപ്പോഴും വലിയ തുക കുട്ടികൾക്ക് നൽകാറുണ്ട്. ഈ തുക എന്തിനു ഉപയോഗിക്കപ്പെടുന്നു എന്ന് കൃത്യമായിട്ട് അന്വേഷിക്കാറില്ല. കുട്ടികൾക്ക് നൽകുന്ന പണം അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, എത്ര അളവുണ്ട് എന്നുള്ളത് കൃത്യമായി രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് അന്വേഷിക്കണം. നാട്ടിലെത്തുന്ന സമയത്തെങ്കിലും കുട്ടിയോടൊപ്പം ഒരു മണിക്കൂർ നേരമെങ്കിലും മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഈ പ്രവാസിയായ രക്ഷിതാവും തയ്യാറാകണം. അതേപോലെ നമ്മൾ ഒരു രക്ഷിതാവ് പ്രവാസിയായിരിക്കുമ്പോൾ നാട്ടിലുള്ള രക്ഷിതാവ് കുട്ടിയുടെ ഭാവത്തിൽ പെരുമാറ്റത്തിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ പ്രവാസിയായ രക്ഷിതാവിനെ ഇത് അറിയിക്കുകയും രണ്ടുപേരും കൂടെ ചർച്ച ചെയ്ത് ഒരു അഭിപ്രായ സമന്വയം എത്തി മാത്രം ആ കുട്ടിയെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ദിശയിൽ മുന്നോട്ട് പോവുകയും ചെയ്യണം. എന്തെങ്കിലും ഗൗരവ സ്വഭാവമുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കുട്ടികളിൽ കണ്ടാൽ എത്രയും പെട്ടെന്നൊരു മാനസികാരോഗ്യ വിദഗ്ധനെ കണ്ട് കൃത്യമായി ചികിത്സയെടുത്ത് ചികിത്സയിലൂടെ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനും ശ്രദ്ധിക്കണം. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുപാട് കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നതുകൊണ്ട് തന്നെ വീടുകളിൽ മാതാപിതാക്കൾ ആശങ്കയിലാണ്. അവർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ: ഒന്ന്, ചെറുപ്രായം തൊട്ട് തന്നെ കുട്ടികളോടൊപ്പം 1 മണിക്കൂർ നേരം ചെലവഴിക്കുക. ഈ 1 മണിക്കൂർ കുട്ടികൾക്ക് പറയാനുള്ളത് ശ്രദ്ധാപൂർവം കേൾക്കേണ്ട സമയമാണ്. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സംഭവവും വ്യക്തമായി മനസ്സിലാക്കുക. എന്തെങ്കിലും അനാരോഗ്യകരമായ സ്വാധീനം അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് തിരുത്തി തന്നെ മുന്നോട്ട് പോകണം. ജീവിതത്തിലെ വ്യത്യസ്തമായ അനുഭവങ്ങൾ കുട്ടികളുടെ മുൻപിൽ അനാവൃതമാക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. എന്നും രാവിലെ തൊട്ട് ട്യൂഷന് വിടുന്നു, പിന്നെ സ്കൂളിൽ വിടുന്നു, പിന്നെ വീണ്ടും ട്യൂഷന് വിടുന്നു. ഇങ്ങനെ ആവർത്തന വിരസമായി ഒരേ റൂട്ടിലോടുന്ന വണ്ടി പോലെ ആകരുത് കുട്ടികളുടെ ജീവിതം. വ്യത്യസ്ത കളികൾ കളിക്കാൻ, വ്യത്യസ്ത ആളുകളുമായിട്ട് ഇടപെടാൻ, വ്യത്യസ്ത സാങ്കേതിക വിദ്യകൾ പഠിക്കാൻ, വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കാൻ, വ്യത്യസ്ത അനുഭവങ്ങൾ പഠിക്കാനൊക്കെ ഉള്ളൊരു അവസരം കുട്ടികൾക്ക് നൽകണം. ഇതുവഴി അവരുടെ തലച്ചോറിലെ കോശങ്ങൾ തമ്മിൽ പുതിയ പുതിയ ബന്ധങ്ങൾ രൂപീകരിക്കപ്പെടുകയും അവരുടെ മാനസിക സാമൂഹിക വികസനം ത്വരിതപ്പെടുകയും ചെയ്യും. ഇതോടൊപ്പം ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ കടന്നു ചെല്ലാൻ സാധ്യതയില്ലാത്ത ചില ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ അത് കുട്ടികളെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയും വേണം. ഒരുപക്ഷെ അനാഥരായ ആളുകൾ കഴിയുന്ന സ്ഥലങ്ങൾ, മറവി രോഗം ബാധിച്ച ആളുകൾ കഴിയുന്ന സ്ഥലങ്ങൾ, ക്യാൻസർ പോലെയുള്ള സങ്കീർണമായ ശാരീരിക പ്രശ്നങ്ങൾ മൂലം അവശത അനുഭവിക്കുന്നവർ കഴിയുന്ന കേന്ദ്രങ്ങൾ, ഇത്തരം ചില സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കാൻ മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു അവസരം ഈ കുട്ടികൾക്ക് നൽകിയാൽ ജീവിതത്തിൽ നമ്മൾ എത്ര അനുഗ്രഹീതരാണ് എന്നൊരു തിരിച്ചറിവ് കുട്ടികൾക്ക് വരും. കുട്ടികൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വേണ്ടി ശാഠ്യം പിടിക്കുന്ന ഒരു അവസ്ഥ മാറാനുള്ള സാധ്യതയുണ്ട്. ഇതോടൊപ്പം വിദ്യാലയങ്ങളിൽ തീർച്ചയായിട്ടും നന്മയുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ മനുഷ്യസ്നേഹത്തിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു അഭിനന്ദനവും അംഗീകാരവും നൽകണം. ജീവിത നിപുണത വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം ഈ കുട്ടികളുടെ അഭിരുചികൾ മനസ്സിലാക്കി അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് വേണ്ട പരിശീലനങ്ങൾ നൽകി ആ അഭിരുചികൾക്ക് അനുസൃതമായ ഉപജീവന മേഖല തിരഞ്ഞെടുക്കാൻ അവരെ പ്രാപ്തരാക്കുകയും വേണം. ഇതോടൊപ്പം വീട്ടിൽ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം വേണം. ജീവിതത്തിലുള്ള എന്ത് ബുദ്ധിമുട്ടും തുറന്നു പറയാൻ ഉള്ള ഒരു അവസരം വീട്ടിലുണ്ട്, മാതാപിതാക്കൾ കൂടെയുണ്ട് എന്ന ഒരു കൃത്യമായ ധാരണ ഉണ്ടാക്കണം.